വെനസ്വേലയുടെ അധികാരം പിടിച്ചെടുക്കാനുള്ള വ്യാമോഹത്തിൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പുതിയ ഭരണകൂടത്തോട് ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പൂർണ്ണമായും ആ രാജ്യത്തെ തന്റെ കാൽ കീഴിലാക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. അതിനൊരു പരിധിവരെ ട്രംപ് വിജയിച്ചു എന്നതാണ് മറ്റൊരു വാസ്തവം. മാത്രമല്ല, ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമായിരിക്കും എണ്ണ ഉൽപാദനം തുടരാൻ ആ രാജ്യത്തെ അനുവദിക്കുക എന്നതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതായി തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണ ഉൽപാദനത്തിൽ വെനസ്വേല അമേരിക്കയുമായി മാത്രം സഹകരിച്ചാൽ മതിയെന്നും അസംസ്കൃത എണ്ണ വിൽക്കുമ്പോൾ തന്നെ യുഎസിന് മുൻഗണന നൽകണമെന്നും ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം യുഎസ് കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം തന്നെ വെനസ്വേല രാഷ്ട്രീയപരമായി തന്നെ വലിയൊരു കലുഷിതാവസ്ഥയാണ് നേരിടുന്നത്. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അവിടെ നിന്നും യുഎസ് തടവിലാക്കി നാടുകടത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാകട്ടെ ഡെൽസി റോഡ്രിഗ്സ് ഇടക്കാല പ്രസിഡന്റായി തന്നെ ചുമതല ഏറ്റെങ്കിൽ പോലും വെനസ്വേലയുടെ നിയന്ത്രണം ട്രംപിന്റെ കൈകളിലേക്കാണ് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ സ്വയം അവകാശപ്പെട്ടിരിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം തന്നെ ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വെനസ്വേല അവിടെ പുറത്താക്കുകയും സാമ്പത്തിക ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും വേണം. രണ്ടാമതായി എണ്ണ ഉൽപാദനത്തിൽ യുഎസുമായി മാത്രം സഹകരിക്കുവാനും വൻതോതിൽ അസംസ്കൃത എണ്ണ വിൽക്കുമ്പോൾ യുഎസ് മുൻഗണന നൽകുവാനും വെനസ്വേല സമ്മതിക്കണമെന്നതാണ് ട്രംപിന്റെ ആവശ്യമായി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദീർഘകാലമായി തന്നെ വെനസ്വേലയുമായി തന്നെ അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. വെനസ്വേലയുടെ പക്കൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം കൂടിയാണത്. നിലവിൽ എണ്ണ ടാങ്കുകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ എണ്ണയുടെ വ്യാപാര നീക്കത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ തന്നെ വെനസ്വേലയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ യുഎസിന് സാധിക്കും എന്നതാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഇപ്പോൾ വ്യക്തമാക്കിയതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. യുഎസ് ഉപരോധം കാരണം അത് സംഭരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഡിസംബർ അവസാനത്തോടെ തന്നെ വെനസ്വേല എണ്ണ കിണറുകൾ അടച്ചു തുടങ്ങുകയാണ് പിന്നീട് ചെയ്തത്. ദീർഘകാലം തന്നെ തൽസ്ഥിതി തുടരുന്നത് വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ഗുരുതരമായി ബാധിക്കും എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി പറയേണ്ടത്. യുഎസ് അത് കണക്കിലെടുക്കുമ്പോൾ അത് പ്രകാരം തന്നെ എണ്ണ ശേഖരം വിൽക്കാതെ തന്നെ സാമ്പത്തിക തിരിച്ചടവ് നടത്താൻ വെനസ്വേലയ്ക്ക് ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നതും ഇവിടെ ഒരു റിപ്പോർട്ടായി പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ വെനസ്വേലയിലെ ഇടക്കാല ഭരണകൂടം 30 ലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ വരെ എണ്ണ യുഎസിന് കൈമാറുമെന്നും ആ ഒരു വിപണി വിൽപ്പനയ്ക്ക് അത് വിലക്കാകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ആ ഫണ്ടുകൾ താൻ നിയന്ത്രിക്കുമെന്നും അത് വെനസ്വേലയെയും അതുപോലെ യുഎസിലെ ജനങ്ങൾക്ക് അത് വലിയ രീതിയിൽ പ്രയോജനമാക്കാൻ ഉപയോഗിക്കും, അത് ഉറപ്പാകും എന്നതാണ് ട്രംപ് ഇതിനായി തന്നെ നൽകുന്ന മറ്റൊരു വിശദീകരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.